ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്നെൻ്റെ കയ്യിലുള്ളത് എൻഗേജ് മൊമെന്റ്സ് എന്ന ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇത് ഇത്രയും വലിയ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. സോ ഇതിൽ ഒരു പെർഫ്യൂം ആണുള്ളത്, 100 ml പെർഫ്യൂം. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 230 റുപ്പീസ് എന്തോ പ്രൈസ് വന്നിട്ടുള്ളൂ. എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് 230 റുപ്പീസിന് 100 ml പെർഫ്യൂം ഇത്രയും വലിയൊരു ബോക്സ്? മാത്രമല്ല അതിൽ തന്നെ അത് ആമസോണിന്റെ വെയർഹൗസിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും പേയ്മെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 230 രൂപയ്ക്ക് അവർക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ബ്ലൂ കളറിലാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതേ ഡിസൈനിലുള്ള വേറൊരു എന്താ പറയുക ഒരു പൗച്ച് ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഈ പൗച്ച് ഇനി എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ, പൗച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതാണ് പെർഫ്യൂം. ഓക്കെ, സോ ഈ പെർഫ്യൂമിൻ്റെ പേര് എൻഗേജ് മാൻ ഹോം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ ഇതാണ് പെർഫ്യൂം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ടുള്ള പോലെ തന്നെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഈ ബോക്സുകളൊക്കെ എന്തായിരിക്കും എന്നുള്ളത്, ഇനി വല്ല സാമ്പിൾസ് ഒക്കെ ആണെന്നുള്ളത്. അതൊന്നുമില്ല, ഇത് ജസ്റ്റ് അവർ കാലി ബോക്സുകൾ വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തുണ്ടോ ഞാൻ നോക്കിയില്ല, ഞാൻ ഇതിൽ 1-2 എടുത്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഇത്രയും വലിയ ഭീകര ബോക്സ് ഒക്കെ കിട്ടിയത് എത്ര പ്രൈസ്? ജസ്റ്റ് 240 റുപ്പീസ്. അപ്പോൾ ഇതാണ് സാധനം. 599 ആണ് ഇതിൻ്റെ MRP ഉള്ളത്. ഇത് 100 ml പെർഫ്യൂമാണ്. ഓക്കെ, ബോക്സ് പെർഫ്യൂം എൻഗേജ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. EDP കോൺസെൻട്രേഷൻ ആണ്. നല്ല ക്യാപ്പ്, നല്ല ബോട്ടിൽ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു കാര്യം പറയാം. ഒരു ദിവസം എൻഗേജിൻ്റെ ഇതേപോലെ വേറെ 2 പെർഫ്യൂംസ് ഞാൻ മുമ്പ് വാങ്ങിയതുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് പോയതാണ്. അതിൽ ബ്രൗൺ കളർ പെർഫ്യൂം, ഇത് ഈ ബോക്സ് അടക്കം ഉള്ള സാധനം എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായപ്പോൾ കണ്ടിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ അതിൻ്റെ ജ്യൂസ് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ ബോട്ടിൽ മൊത്തത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. യൂഷ്വലി ഏതെങ്കിലും പെർഫ്യൂം അങ്ങനെ വീണ് കഴിഞ്ഞാൽ പൊട്ടാറില്ല. ഇതെന്തുകൊണ്ടോ പൊട്ടിപ്പോയി, എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഈവൺ എൻ്റെ മൊബൈൽ ഫോൺ തന്നെ പലപ്പോഴും അത്രയും ഹൈറ്റിൽ നിന്ന് വീഴാറുണ്ട്. അതായത് ഈ ഒരു 90 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 1 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇത് വീണത്. പക്ഷേ അത് പൊട്ടിപ്പോയി. ഓക്കെ, അപ്പം പിന്നെ എനിക്ക് പേടിയായി ഈ എൻഗേജിൻ്റെ ബോട്ടിലിന് ക്വാളിറ്റി കുറവാണോ എന്നുള്ളത്. അറിഞ്ഞൂടാ, കാരണം ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ നമുക്ക് അതൊരു മൈൻഡിലൊരു ഇതായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ബോട്ടിൽ ഡിസൈനൊക്കെ നല്ലത് തന്നെയാണ്. ക്യാപ്പ് നല്ലതാണ്, പ്ലാസ്റ്റിക് ക്യാപ്പാണ്. ആറ്റമൈസർ നല്ലതാണ്. ഓക്കെ, ഇതിൻ്റെ ഫ്രാഗ്രൻസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ഷേവിങ് ക്രീം എന്ന് കിട്ടുന്ന ഫ്രാഗ്രൻസ്. ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കി എടുക്കുന്നത്, കുറച്ച് താഴെയാണ് പ്രൊഡക്ട്സ് ഒക്കെ ഇരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഷേവിങ് ക്രീം പോലെയാണ് എന്നൊക്കെ ഉള്ളത്. ഇത് കുറച്ചൊരു മസ്കുലിൻ ഷേവിങ് ക്രീം ആണെങ്കിൽ ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഷേവിങ് ക്രീമിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. എവിടേക്കോ നമ്മുടെ 4711 കൊളോണ്, അതേപോലെ ഗെർലാൻ്റെ ഏതായിരുന്നു ഒരു അക്വ അലിഗോറ, അങ്ങനെ എന്തോ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ 4711 ഏതാണ്ട് ഒരു സിമിലർ ആയിട്ട് വരുന്നത്. അതേയൊക്കെ ഒരു വൈബ്. അതിൽ ആ ഒരു വെറ്റിവറിൻ്റെ കുറച്ച് കുത്തല് ഗെർലാനിലുണ്ട്. ഇവിടെ അതൊന്നുമില്ല. അല്ലാതെ ഉള്ള ഒരു ടിപ്പിക്കൽ നല്ലൊരു മസ്കുലിൻ ഫ്രാഗ്രൻസ്, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രഷ് ഒരു എക്കോട്ടിക് പ്ലസ് ഒരു അരോമാറ്റിക് മസ്കുലിൻ ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഷേവിങ് ക്രീമൊക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ്, വളരെ ബ്യൂട്ടിഫുൾ. പിന്നെ എന്താ പറയുക, ഓഫീസ് യൂസിന് പറ്റിയതാണ്. പുറത്തോട്ട് പോയാൽ തീരെ നിൽക്കില്ല, കാരണം ഇത് അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസും ആണ്. പിന്നെ മാത്രമല്ല, ഇത്തരം ഒരു നാച്ചുറലുള്ള പെർഫ്യൂംസ് നമ്മൾ ഔട്ട്ഡോർ യൂസിന് അങ്ങനെ ഒരു എക്സ്ട്രീം വെതറിലൊന്നും ഇറങ്ങാൻ പറ്റിയതല്ല. ഓഫീസിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളെ ചൂടൊന്നും ഏൽക്കാതെ ഇരുന്ന് എന്താ പറയുക സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാനേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പെർഫ്യൂം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്തോളൂ എൻഗേജ് ഹോം എന്ന ഈ സാധനം. അപ്പം ജസ്റ്റ് 240 റുപ്പീസിന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സും അതിനുള്ളിലൊരു ബോക്സും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമും ഫ്രാഗ്രൻസും എല്ലാം കിട്ടുന്നുണ്ട്. ചെറിയ പ്രൈസിനാണ്. പെർഫോമൻസ് ഇനി പറയുകയാണെങ്കിൽ 1 അവർ വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യും. അവിടുന്ന് ഒരു 3 to 3.5 hours വരെ ലാസ്റ്റ് ചെയ്യും. കാരണം ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ മൈൽഡ് ആണെങ്കിൽ കൂടി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ജസ്റ്റ് ആമസോണിൽ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നോക്കിയിട്ട് വെറുതെ എന്തോ കൊറിയർ ബാഗ് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. ഇത്രയും വലിയ ബോക്സ് ഒക്കെ കണ്ടപ്പോൾ
അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. സോ ഇങ്ങനത്തെ ഒരു മസ്കുലിൻ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള ആൾക്കാർ, ഷേവിംഗ് ക്രീമിൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയോളൂ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.